ബോയ്സ്, നമ്മൾ അടുത്ത 10,000 രൂപ ചെലവാക്കാൻ വേണ്ടി പത്തനംതിട്ട എത്തിയിരിക്കുകയാണ്. ഇപ്രാവശ്യം വളരെയധികം റിക്വസ്റ്റ് ചെയ്ത വൈറ്റ് പോർട്ടിക്കോ 4-star 5-star റെസ്റ്റോറന്റ് ആണ്. 4-star ആണോ 5-star ഡൗട്ട് ആണ്. അതുകൊണ്ട് പത്തനംതിട്ടയിലെ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് നമ്മൾ പോകാൻ പോവുകയാണ്. ഇതിവിടെ ആദ്യം പോയി എത്ര രൂപ പൊട്ടിക്കാൻ പറ്റും നോക്കട്ടെ. ഇവിടെ 4-star ആൾക്കാർ വരുന്നതല്ലേ. എന്റെ ക്യാമറ പത്തനംതിട്ട, അവന്റെ കൂടി റെക്കമെൻഡേഷൻ. അപ്പൊ നമുക്ക് എന്തായാലും ഒരു 3,000-4,000 അകത്തുനിന്ന് പൊട്ടിച്ചിട്ട് പോകാം. അപ്പൊ ഇതെല്ലാം എളുപ്പമാക്കി തീർക്കുമല്ലോ. ബോയ്സ് 4-star ആകട്ടെ. അതെ 4-star ആ. ഈ സ്റ്റാറിന്റെ കണക്കിനൊന്നും ഡൗട്ടില്ല. ഇന്ന് വീഴാൻ പോവാണ്. നീ നോക്കിയും കണ്ട് പോകും. എന്താണ് വെറുതെ റെസ്റ്റോറന്റിൽ പോയി ഒരു തീരുമാനമാകട്ടെ. എല്ലാവരും മാറി ക്യാമറ കണ്ടപ്പോൾ. ഇത് എലമെന്റൽ മൾട്ടി ഇതാണ് റെസ്റ്റോറന്റ്. പിങ്ക് കളർ എന്റെ കോംപ്ലക്ഷൻ നല്ലതായിരുന്നു. നമുക്ക് ഈ പച്ചലും എല്ലാം പിടിക്കാം. ആ പാനലില്ലേ കണ്ടിന്യൂറ്റി ഉണ്ടായിരുന്ന സെറ്റ് ആയിരുന്നു. എനിക്ക് ഓരോ പാനലിനെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ ഏകദേശം 1 മണിക്കാണ് വന്നിരിക്കുന്നത്. പെർഫെക്റ്റ് ടൈമിംഗിൽ ഇവിടുത്തെ കിട്ടാവുന്ന ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ഫുഡ് എല്ലാം കിട്ടുമായിരിക്കും 1 മണിക്ക്. ഞാനോ 1-2 ആൾക്കാർ ആ മൂലയ്ക്കും കൂടിയുണ്ട്. പെട്ടെന്ന് കണ്ണ് പിടിക്കുന്നതിലോട്ട് നമുക്ക് പോയി മേടിക്കും. തവ ഫ്രൈഡ് ഫിഷ് എന്തുകൊണ്ടും പോകാൻ താല്പര്യമില്ല. ചെമ്മീൻ കിഴി, തന്തൂരി മുറുക് എല്ലാം കൂടെ ഓരോന്നോരോന്ന് പോരട്ടെന്ന് പറഞ്ഞേനെ. ബീഫ്, മംഗോളിയൻ ബീഫ്, വായിന്ന് വെള്ളം വരും. ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. മാരിമേ സാൽമൺ, പിന്നെയും സാൽമൺ. പത്തനംതിട്ട വന്നിട്ട് സാൽമൺ കഴിച്ചില്ലെന്ന് പറയണം. നിങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് മേടിക്കും, വലിയ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എല്ലാവരും വരിക. മിക്ക 5-star ഒന്നും അത്രയ്ക്ക് എക്സ്പെൻസീവ് അല്ല. നിങ്ങളൊരു 800-1000 ഒക്കെ ഒരു ഡിഷ്. വല്ലപ്പോഴൊക്കെ വന്നിട്ട് കുറച്ച് പൈസ പൊടിക്കാൻ ആഗ്രഹമുണ്ട് നിങ്ങൾ വരിക. ഇതൊക്കെ കാണിക്കാൻ വേണ്ടി കൂടിയല്ലേ ഞാൻ വീടിടുന്നത്. ഞാനില്ല വെയിറ്റ് കുറയ്ക്കുക. ഈ ഒരു സീരീസ് കഴിയട്ടെ. ഞാൻ അടുത്തൊരു 30 days ട്രാൻസ്ഫോർമേഷൻ ചെയ്തിട്ട് ഇനി ഓൾ ഇന്ത്യ ട്രിപ്പ് പോകുന്നുണ്ട്. എനിക്ക് മടുത്ത് കാണുമ്പോൾ ഒരു വന്നിപ്പോൾ ഒരു അവിഞ്ഞ അണ്ടിക്കണ്ണ ലുക്ക് എനിക്ക് വണ്ണം വെച്ചിട്ട് സഹിക്കുന്നില്ല. എനിക്ക് ആ മറ്റേ സ്റ്റേക്ക് വരണം. എനിക്ക് ഇവിടുന്ന് ഇനി സാൽമൺ ട്രൈ ചെയ്യണം. അടുത്ത പത്തനംതിട്ട സാൽമൺ ട്രൈ ചെയ്തൊന്നും വേണ്ട. സാൽമൺ എടുക്കും. ഈ സാലിനാണ് അടുത്ത. അതൊക്കെ ഞാൻ കഴിച്ചിട്ട് പറയാം. സാൽമണും ബീഫ് സ്റ്റേക്കും പിന്നെ ഒരു പിസയുടെ ഇതും കൂടി ഉണ്ട്. അതും കൂടി ഓർഡർ ചെയ്തേക്കാം. ഓൾമോസ്റ്റ് ഐ ആം ഗോണ ഗിവ് യു റോ ഇൻസൈറ്റ് ഓൺ ദ ഹൗ ഇറ്റ് ടേസ്റ്റ്. ഞാൻ കൂടി ഷുഗർ കോട്ടം ചെയ്തില്ല, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. എന്റെ മുഖം വണ്ണമാണ്. ഇങ്ങനെ സൂം ചെയ്യാതെ ഐ എം ഫീലിംഗ് ഇൻസെക്യൂരിറ്റി എന്നൊക്കെ എന്റെ പാട്ടി പറയും. ഇതൊക്കെ നാളത്തെ ദിവസം ഇങ്ങനെ പോകും. ഞാൻ പിന്നെ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട്. മിൻസ്ഡ് ബീഫ് പിസയാണ് ഏറ്റവും വില കൂടുതൽ, 750 രൂപ. ലെറ്റ്സ് ഗോ വിത്ത് ബീഫ് പിസ. തീർത്ത് കാണിക്കാം. പത്തനംതിട്ട തോക്കുന്നില്ല. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കത്തി നിൽക്കണമെന്ന് വിചാരിച്ചു. ഐ വാസ് ജസ്റ്റ് മുള്ളിങ് ഓവർ ദ തോട്ട് ഓഫ് ലൈക്ക് വിച്ച് റെസ്റ്റോറന്റ് ഷുഡ് ഐ വിസിറ്റ് ഇൻ പത്തനംതിട്ട. ഞാൻ കൂടുതൽ ഇംഗ്ലീഷ് പറയുന്നില്ല. നിങ്ങൾ പിന്നെ അവസാനം ഇംഗ്ലീഷിന് വേണ്ടി ഞാൻ കിടന്ന് പറയും. നാക്കിലെ ടേസ്റ്റ് ബഡ്സും ലൈഫിലെ ടേസ്റ്റ് ബഡ്സും കൂടുതൽ ഇമോഷൻസും മൊമെന്റ്സും കൊടുക്കും. ദാറ്റ്സ് ഹൗ ലൈഫ് ബിക്കംസ് സ്വീറ്റ്. സംടൈംസ് bitter sweet but sweet. ഇവിടെ കിഡിൽ നേസിയായിട്ടാ തണുത്ത് വിറക്കുന്ന. ടേബിൾ കുറച്ചൊരു വലുതാക്കായിരുന്നല്ലേ. ഞാൻ അപ്പുറത്താളുടെ സീറ്റിന്റെ പകുതിയിലോട്ട് കിടക്കുക. പക്ഷേ ഇവിടെ നല്ല തിളച്ച ചൂട് വെള്ളം എനിക്ക് ഒഴിച്ചു തന്നു. ചില സ്ഥലത്തൊക്കെ ഒന്ന് വെള്ളം ചോദിച്ചു കഴിഞ്ഞാൽ കുപ്പിയിൽ വെള്ളം. പക്ഷേ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ റെക്കോർഡ് ചെയ്ത് കേസ് കൊടുത്തേ കേട്ടാ. നിങ്ങൾക്ക് വെള്ളം തരേണ്ടതാണ് എല്ലാ സ്ഥലത്തുനിന്നും. നമ്മളെ ഫോഴ്സ് ചെയ്ത് കുപ്പിയിൽ നിന്ന് മേടിപ്പിക്കാൻ പറ്റത്തില്ല. ബോയ്സ്, നമ്മുടെ ഫസ്റ്റ് ഡിഷ് വന്നിരിക്കുന്നു. സ്റ്റേക്ക് ആൻഡ് മഷ്റൂംസ് ആണെന്ന് തോന്നുന്നു. എനിക്ക് വലിയ ഉറപ്പില്ല. പെട്ടെന്നാണ് വന്ന് സെർവ് ആയത്. ഒറ്റയടിക്ക് വന്ന് ടേബിളിലിരുന്നു. മീഡിയം റയർ ബീഫ് ആണ്. അല്ലേ, ഞാൻ ഉദ്ദേശിച്ച റയർ ആണ്, പക്ഷേ ഓർഡർ ചെയ്ത മീഡിയം റയറാണ്. മീഡിയം റയറാണ്. ഒരു എക്സ്ട്രാ സോസ് ഒക്കെ വന്നു. വൈറ്റ് പോർട്ടിക്കോയുടെ ബീഫ് സ്റ്റേക്ക് അവരവിടെ കുറച്ചു നേരം വെച്ചിരിക്കുമായിരുന്നു. തണുത്തല്ലേ പക്ഷെ കൊള്ളാം കേട്ടോ. കുറച്ചൊരു ചൂടുണ്ടാകാൻ സെറ്റ് ആയിരുന്നു, പക്ഷെ കൊള്ളാം. ഇഷ്ടപ്പെട്ടു. മീഡിയം റയർ. ഇറ്റ്സ് ആക്ച്വലി നൈസ്. ഐ ലൈക്ക് ഇറ്റ്. കുറേ നാളായി ഒരു സ്റ്റേക്ക് കഴിച്ചിട്ട്. എപ്പോഴും ഈ വേറെ സാധനം കഴിക്കുന്നതിനെക്കാട്ടും നല്ലത് എനിക്ക് ബീഫ് കഴിക്കുന്ന വലിയ ഇഷ്ടം. അടുത്തോട്ട് വരും ക്യാമറ. സീഡ് ഗോ ഇൻ മൈ മൗത്ത്. ഓക്കെ, സോസിൽ നിന്ന് പുക വരുന്നുണ്ട്, ബീഫിൽ നിന്ന് വരുന്നില്ല. ഓ, ബിറ്ററാണ് ഈ സോസ്. ഒരു കയ്പുണ്ട് ആ സോസിന്. ഈ മുരിങ്ങയിലല്ല, അതിനെക്കാട്ടിലും കയ്പ്. നല്ല കയ്പോ, കട്ട കയ്പ് ആ സോസിലുണ്ടായിരുന്നു. ഈ ഫസ്റ്റ് ഡിഷ് ഒക്കെ എളുപ്പമാണ്. ഐ എം ഹാപ്പി. പത്തനംതിട്ട സ്റ്റേക്കിന് ഞാൻ ഐ ഗിവ് ഇറ്റ് എ റിയലി ഗുഡ് മാർക്ക്. 8 out of 10. മാഷ് പൊട്ടറ്റോ കൊള്ളാം. ഇത് കറക്റ്റ് ഒരു ഉപ്പുണ്ട്. മിക്ക സമയത്ത് മാഷ് പൊട്ടറ്റോ ഉപ്പ് കറക്കില്ല. ഇത് കൊള്ളാം കേട്ടോ. ഈ സോസ് ഇഷ്ടപ്പെട്ടില്ല. സോസ് കൊടുക്കുന്ന ബിറ്റർ. സ്റ്റേക്ക് നല്ല. ഇതെന്തുവാണ്, മഷ്റൂമാണോ? അതെ, മഷ്റൂമാണ്. നല്ല ആവശ്യം എനിക്ക് ഇഷ്ടമല്ല. കഴിക്കാം, പക്ഷെ വേണ്ട എനിക്ക്. ഐ ലൈക്ക് ദ ബീഫ്. ഐ ലൈക്ക് ഇറ്റ് സോ മച്ച്. വളരെ ജ്യൂസിയാണ്. ചൊവയൊന്നും ഇല്ല ബീഫിന്. നല്ല മൃദുലമായി ഇറങ്ങിപ്പോകുന്നു. എന്ത് കയ്പ് തീർന്നു ഈ സോസിന്. ഈ സോസിന് ഇത്ര കയ്പുണ്ടോ? എന്താണത്? പാവയ്ക്കനെക്കാട്ടും കയ്പ്. കഴിച്ചു തീർന്നില്ല. അതിന് മുമ്പ് തന്നെ അടുത്ത പിസ്സ എത്തിയിട്ടുണ്ട്. പിസ്സയ്ക്ക് ആവശ്യത്തിനും അധികവും വലിപ്പം ഉണ്ട് കേട്ടോ. എൻ്റെ സ്റ്റേക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്തേക്കാം. സ്റ്റേക്ക് ഓൾമോസ്റ്റ് തീരാറായി. സോസ് കുറച്ച് ഇരുന്ന് കഴിയുമ്പം അതിനകത്ത് കയ്പ് മാറും. ഡയറക്റ്റ് കുടിച്ച് കഴിഞ്ഞാൽ കട്ട കയ്പ്. ഇതുവരെ കഴിച്ച മാഷ് പൊട്ടറ്റോ ഇല്ല ഏറ്റവും ബെസ്റ്റ് മാഷ് പൊട്ടറ്റോ ഇത്. ഉപ്പ് സെറ്റാ. ഈ മഷ്റൂം കഴിക്കണമല്ലേ. മഷ്റൂം ഇത്രയൊക്കെ മതി. സ്റ്റേക്ക് കയറുന്നു. ഞാൻ പിസ്സയെ പിടിക്കട്ടെ. ഇത് കൊള്ളാം. എന്ന് വെച്ചാൽ പൊക്കത്ത് കുറേ സ്റ്റഫിങ് ഉണ്ട് പിസ്സയ്ക്ക്. വളരെ എന്ന് വെച്ചാൽ ജെനുവിൻ എമൗണ്ട് ഓഫ് ബീഫും ചീസൊക്കെ ഇട്ടിട്ടുണ്ട്. അടിയിലത്തെ സോർട്ട് ഓഫ് ലൈക്ക് ബേസ് ഇല്ല. ഇതില്ല, ഒരു ഫ്ലേവർ സ്ട്രോങ് അല്ല. വളരെ മൈൽഡ് ആയിട്ടുള്ളൊരു പിസ്സയാണ്. ഇപ്പോൾ ഓർക്കുമ്പോൾ ഞാൻ ഇത്ര വലിയ പിസ്സ ഓർഡർ ചെയ്താൽ ഇതൊക്കെ കഴിച്ചു കഴിയുമ്പോൾ എന്താവും? ഇനി എന്താ ഓർഡർ ചെയ്തല്ലേ ഞാൻ? ഇത് മാത്രം അല്ലെന്ന് തോന്നുന്നു.
എൻ്റെ ക്യാമറമാൻ കഴിച്ചു നോക്കി, അവനും ഓൾമോസ്റ്റ് സിമിലർ അഭിപ്രായം തന്നെയാണ്. ഫസ്റ്റ് കടിക്ക് എന്തൊക്കെ തോന്നും, പിന്നെ അങ്ങോട്ട് പോകുന്നതോ ഒന്നും തോന്നാറില്ല. അവൻ നീ കഴിച്ചു നോക്കിയേ, അവൻ്റെ ഇന്റർലൈറ്റ് കാണിക്കും. പിസ്സ അവർ കണ്ടു, ക്യാമറയിലും കഴിച്ചു. കാള തലയൊന്നുമല്ല, തലയോട്ടി മാത്രം കാള. നമുക്ക് ഈ സോസ് എല്ലാം ഉപയോഗിച്ച് കുറച്ചൊരു ടേസ്റ്റ് വരുത്തിക്കാം കേട്ടോ. കുറച്ച് ഏറെ വേണം, അല്ലെങ്കിൽ ഒരു ടേസ്റ്റും ഇല്ല. എനിക്ക് ഇതും ഇഷ്ടമാണ്, ഇത് വിട്ടേക്കാം. ഇനി സുഖിക്കും നോക്കി. അത് പെപ്പർ സോസ് ഇല്ലേ, അത്ര ഒന്നും പാടില്ല. എന്റെ കിളി പോയാലേ ഇപ്പൊ കഴിച്ച സ്റ്റേക്ക് ഒക്കെ പുറത്തെത്തിയില്ല കേട്ടാ. പെപ്പർ സ്റ്റോട്ട് തീരുമ്പോ ഈ പെപ്പറിന്റെ വിനാഗിരിയുടെ പുളിപ്പുണ്ട്. ഞാൻ എരിവുണ്ടെന്ന് പറഞ്ഞ പ്രതീക്ഷിച്ചുകൊണ്ടാണ് കടിച്ചത്. പക്ഷെ വേറെത് കിട്ടിയപ്പോൾ എന്റെ കയ്യിൽ നിന്ന് പോയത്. പിസയ്ക്ക് ഞാൻ വലിയ റേറ്റിംഗ് തോന്നുന്നു. ഒരു ടേസ്റ്റ് ഇല്ലാത്തൊരു പിസ. ഞാൻ ഉപ്പിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഓൾമോസ്റ്റ് ഇപ്പം 4 സ്ലൈസും കൂടി ഉണ്ട്, അല്ല 3 സ്ലൈസും കൂടി ഉണ്ട്. ഇതിൻ്റെ പൊക്കത്ത് കുറേയൊക്കെ ഉണ്ട്. അകത്തോട്ട് കടിച്ച് ചെല്ലുമ്പോൾ ഒന്നും തോന്നുന്നില്ല. എന്തിനോ വേണ്ടി തിളച്ച സാമ്പാർ പോലെ, എന്തിനോ വേണ്ടി ഉണ്ടാക്കിയൊരു പിസ. രണ്ടെണ്ണം കൂടി ഉള്ളല്ലോ എടുക്കാൻ പോകും. ഒരു ടേസ്റ്റും ഇല്ല. ഇതുവരെ കഴിച്ച പിസകളിൽ വളരെ വലിയൊരു ഡിസപ്പോയിൻമെൻറ്റ് തന്നെയാണ്. മൈദയില്ല താഴത്ത്, അതൊന്നും എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. ഒരു ചില ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു, എന്തുവാണ് എൻ്റെ ക്യാമറമാനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നില്ലെന്ന്. റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് ക്യാമറമാൻ തന്നെ പറയട്ടെ. ക്യാമറമാൻ പറഞ്ഞാൽ കേട്ടില്ലല്ലോ, അത്രേ ഉള്ളൂ. ലാസ്റ്റ് വീഡിയോക്കകത്ത് ഒരു ചേട്ടൻ്റെ ഞാൻ സംസാരിച്ചത് പുച്ഛത്തോടെയാണെന്നൊക്കെ ചില ആൾക്കാർ പറയുന്ന കമന്റ് കണ്ടു. ഫുൾ ഫുട്ടേജ് ഇട്ടില്ല ആദ്യത്തെ കാര്യം. ആ ചേട്ടൻ എൻ്റെ ഒക്കെ എന്തുവാണ് ബോഡി ബിൽഡിങ്ങിനെ കുറിച്ചും ഡയറ്റിനെ കുറിച്ചും മെയിൻ്റനൻസിനെ കുറിച്ചും കാലറിനെ കുറിച്ചും അവിടെ സമയമില്ല സമയത്ത് നിന്നുകൊണ്ട് ഞാൻ ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്ന ഫുട്ടേജ് ഉണ്ട്. അങ്ങനെ കുറച്ച് കണ്ടോ. ഫുഡ് കഴിക്കേണ്ടി വരും. ജിമ്മിൽ പോകുന്നത് ഒരു ജസ്റ്റ് ഒരു സ്റ്റിമുലസിന് വേണ്ടിയാണ്, നമ്മുടെ ശരീരത്തിനൊന്ന് ഉണർത്താൻ വേണ്ടി. വണ്ണം വെക്കുന്നത് ഇതെല്ലാം നമ്മൾ കഴിക്കേണ്ടി വരും. ഇതിൽ കുറെ കഴിക്കേണ്ടി വരും. അങ്ങനെ മെറ്റബോളിസം കൂടുതലാണെങ്കിൽ കൂടുതൽ കഴിക്കേണ്ടി വരും. വേറെ നിവർത്തിയില്ല. നമുക്ക് വണ്ണം വെക്കത്തില്ല തോന്നിയാലും നമ്മൾ അതിൽ കൂടുതൽ കഴിക്കേണ്ടി വരും. കാലറി കൂടിയ ഫുഡ് കഴിയപ്പോൾ പ്രോട്ടീൻ പൗഡർ പിന്നെ എത്ര പൈസ കുറെ പോകത്തില്ലേ. പ്രോട്ടീൻ പൗഡർ കഴിച്ചാലും ഫുഡ് കുറെ കഴിക്കണം. പ്രോട്ടീൻ പൗഡർ എന്ന് വെച്ചാൽ സപ്ലിമെന്റ് ആണ്. വെച്ചാൽ നമുക്ക് പെട്ടെന്ന് 1 കിലോ അല്ലെങ്കിൽ ഇത്രയും ചിക്കൻ എടുത്ത് ചവച്ച് കഴിക്കുന്നതിന് പകരം കുറച്ച് പ്രോട്ടീൻ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കുടിക്കും. നമുക്ക് എളുപ്പമായില്ലേ. അതും സപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ വേറെ ഫുഡൊന്നും കഴിക്കാൻ അത് മാത്രം കുടിച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് ആദ്യത്തെ കാര്യം കുടിച്ചോണ്ടിരിക്കാൻ പറ്റുമെങ്കിൽ തന്നെ ഒരു ചിലവ് കൂടിപ്പോവും. അതിനെക്കാട്ടും ലാഭം എന്ന് പറയുന്നത് ഇറച്ചി മീനും കഴിക്കുന്നത്. 1 കിലോ കഴിക്കാൻ 3000-3500 രൂപ വരും. പക്ഷേ ഇതൊക്കെ എനിക്ക് പിന്നെയും കാണിക്കുന്നില്ല. ചെറിയ ആൾക്കാർക്ക് തോന്നും എല്ലാവരും എനിക്ക് മാറ്റാൻ പറ്റത്തില്ലല്ലോ, ഇതൊക്കെ വെറുതെ തിളക്കും. ഇപ്പൊ എന്തോ ഒരു ഉപ്പുണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്ത ഉടനെ നമുക്ക് അടുത്ത റെസ്റ്റോറൻറ്റിലോട്ട് പോകാമെന്ന് ഞാൻ പറഞ്ഞു തന്നെ. പക്ഷേ എന്തിനാണ് സാൽമൺ കൂടി വരാനുണ്ട്. ക്യാമറമാൻ അതിനെ റെസ്പെക്ട് ചെയ്യുന്നില്ലേ. ഒന്ന് തിരിഞ്ഞൊന്ന് താഴത്തോട്ടാണ് ചൂണ്ടിരുന്നെങ്കിൽ ചൂണ്ടിക്കൊണ്ടിരിക്കാത്തേ ഉള്ളൂ. ഉള്ളിലേക്ക് എല്ലാം നല്ലതായിട്ട് പോകുമായിരുന്നു. ആംബിയൻസും സ്റ്റേക്കും ഫുഡും പിസ്സ മൂഡ് കാണുന്നില്ല. എന്തായാലും പോയി അടുത്ത സാൽമൺ നോക്കട്ടെ. സാൽമൺ ഓർഡർ ചെയ്യണ്ടായിരുന്നു. പിസ്സ പോയപ്പോൾ എൻ്റെ എന്താണ് ഞാൻ എന്തായാലും മാനേജറിൻ്റെ റിവ്യൂ പറഞ്ഞിട്ടുണ്ട് പിസ്സയെ കുറിച്ച്. പിസ്സ ഇവരുടെ സെപ്പറേറ്റ് ആയിട്ട് സൈഡിൽ ഉണ്ടാക്കുന്നതാണ്. ഓർഡറൊക്കെ ചെയ്യാൻ തോന്നുന്നു. ആ കട പൂട്ടിയിടുന്നതാണല്ലോ. പക്ഷേ സ്റ്റേക്ക് കൊള്ളാം. സ്റ്റേക്കും സ്മാഷ് പൊട്ടറ്റും നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല. ഞാൻ പാലാരി വട്ടത്ത് പെൻവേഷം കെട്ടി പോയിട്ടുണ്ട്. ഒന്നുകൂടി റീക്രിയേറ്റ് ചെയ്യണോ പറയും, കമന്റിൽ പറയും. ബില്ല് അടിച്ച് കിട്ടി കേട്ടാ. ഞാൻ സാൽമൺ ഓർഡർ ചെയ്തില്ല. ഞാൻ വിചാരിച്ചു എന്തായാലും പിസ്സ കഴിഞ്ഞപ്പോൾ ഒരു മൂഡ് ഓഫ് ആയി. പിന്നെ അല്ലെങ്കിൽ തന്നെ കുറെ നേരമായിട്ട് അവരുടെ പാട്ട് നമ്മൾ ഓഫാക്കി പിടിപ്പിച്ചിരിക്കുവായിരുന്നു. കുറെ ആൾക്കാരൊക്കെ വന്നപ്പോൾ നമുക്ക് ഇൻകൺവീനിയൻസ് ആക്കണ്ട. പിസ്സ കൊള്ളത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഷെഫ് വന്നു. ഷെഫ് സംസാരിച്ച് കഴിഞ്ഞപ്പം ഷെഫ് പറഞ്ഞത് സെറ്റ് ആക്കാന്നൊക്കെ പറഞ്ഞു പറയണ്ടായിരുന്നു. ഇപ്പൊ തോന്നുന്നു കേട്ടോ. എന്റെ 250 രൂപയുടെ പിസ്സ കുറച്ചിട്ട് 551 ആക്കി തന്നു. ബീഫ് സ്റ്റേക്കിന്റെ വില 546. ഏകദേശം 1000 എത്രയാണ് 1097. അടുത്ത സ്ഥലത്തോട്ട് പോവാം. ചേട്ടൻ അയർലൻഡിലാണ്. ചേട്ടൻ അവിടുന്ന് എന്റെ വീഡിയോസ് കാണാറുണ്ട്. ഞാൻ ഫ്ലാറ്റർ ആയി. എനിക്ക് മുഖമൊക്കെ ചുമന്ന് വരുന്നു ഓൾറെഡി. ഇത് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു ചുമന്നത് ഇവിടെ. അതാണ് ഇങ്ങനെ എപ്പോഴും ചുമന്നിരിക്കുന്നത്. ഇത്ര നല്ല ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ നല്ല നല്ല വാക്ക് പറഞ്ഞു. പിന്നെ ചില ആൾക്കാരുണ്ട് അവരെന്റെ കമന്റ് സെക്ഷനിൽ വന്നിട്ട് ഫുഡിനെ കുറിച്ച് ചോദിക്കായിരുന്നു പറയുന്നത് നിർത്തിപ്പോടെ വീപ്പിട്ട് ഇടാ. അതിന് ഫോട്ടോ ഒന്നും ഇല്ല. എന്നാലും ഇങ്ങനെ ആൾക്കാരെ എന്ത് സ്നേഹം. വീട്ടിൽ വന്ന് മേടിക്കാനൊക്കെ എന്തോ പറയുന്നു. നമുക്ക് എപ്പോഴും അവന്റെ വീട്ടിൽ പോവാം. എന്നാലും നമുക്കിപ്പോൾ കോണ്ടിനെന്റിൽ ഫുഡ് കഴിക്കാം വരും. ഇപ്പം എവർഗ്രീനിൽ നിന്ന് നമ്മൾ ഫുഡ് കഴിക്കുന്നില്ല. ഇവിടെ പാട്ടൊക്കെ ഓഫാക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. നമുക്ക് ഫുഡ് കഴിക്കാൻ താല്പര്യമില്ല. പാട്ട് വെച്ചുകൊണ്ട് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. എന്ത് ചെയ്യാലോ, കോപ്പറേറ്റ് അടിച്ച് കിട്ടും. അടുത്ത റെസ്റ്റോറന്റ് എന്ന് പറയുന്നത് സെന്റ് ജോർജ് ആണ്. സത്യം പറഞ്ഞാൽ അവിടെ ഇരുന്ന ആൾക്കാർ കൂടി പറഞ്ഞായിരുന്നു, എവർഗ്രീനിൽ നിന്ന് കുറച്ച് കസ്റ്റമേഴ്സ് കൂടി പറഞ്ഞ് ഇവിടുത്തെ ഫുഡ് കിടിലമാണ്, എന്നാലും നമുക്ക് കഴിക്കാം വരും. പക്ഷെ പലതായിട്ട് പൈസ ചിലവാകത്തില്ല ഇവിടെ. അതെനിക്ക് ഡൗട്ട്. ഇവിടെ കുറച്ച് ഇരുണ്ട കുറച്ച് ഇരുട്ടായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ്. എന്തായാലും ഇത് വളരെ അധികം റെക്കമെൻഡഡ് ആയിരുന്നത്. ആൾക്കാരൊക്കെ പറഞ്ഞ് കിടിലൻ ഫുഡാണെന്ന് ഞാൻ എന്തായാലും കഴിച്ചിട്ട് പറയാം. നോർത്ത് വലിയ വിലയില്ലെങ്കിൽ റിബായ് ഫില്ലറ്റിന് 1899 രൂപ. ഞാൻ മീനൊക്കെ ഓർഡർ ചെയ്യേണ്ടി വരും, പ്രൈസ് കവർ ചെയ്യാന്നൊക്കെ വിചാരിച്ചത്. പക്ഷെ മീനിലോട്ടൊന്നും പോകണം. നമുക്ക് പിന്നെ റിബായ് പിടിക്കാം. എനിക്കൊരു മൂഡാണ് ബീഫ് കഴിക്കാൻ. സെറ്റാ റിബായ് പിടിക്കാം. എന്നെ കഴിഞ്ഞ വീഡിയോക്ക് താരം പുച്ഛം എന്നൊക്കെ പറഞ്ഞു കണ്ട. ഭയം പറഞ്ഞ ഷാർജിൽ നിന്ന് കാണുന്നില്ല. ഇപ്പം അയർലൻഡിൽ നിന്ന് ഒരാൾ, ഷാർജിൽ നിന്ന് ഒരാൾ. ഇതെല്ലാം പറഞ്ഞിറക്കിയതല്ലേ ഞാൻ.
അല്ലെങ്കിൽ പുച്ഛമാണെന്ന് കുറേ പേര് പറയും. എന്നെ നേരിട്ട് കാണുന്നവർക്ക് അറിയാം. എന്നെ കുറേ അധികം ആൾക്കാർ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ കുറച്ച് പേർക്ക് ഇഷ്ടമല്ലെന്ന് നമ്മൾ മൈൻഡിൻ്റെ ആവശ്യമില്ല. ഇത് ഞാനൊന്നും ഓർഡർ ചെയ്തതല്ല, എൻ്റെ ക്യാമറ ഓർഡർ ചെയ്തതാണ്. വെച്ചാൽ ഫലൂദ അവൻ ഓർഡർ ചെയ്തത്. ഇത് മാംഗോ ജ്യൂസ് സ്മൂതി, ടെൻഡർ കോക്കനട്ട് സ്മൂതി. സ്മൂതി നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്താണ്, ഇറ്റ് ഷുഡ് ബി വിസ്കസ്. സ്പൂണിൽ നിന്ന് കൊരിക്കൊരു കഴിക്കണം. സ്ട്രോയിൽ നിന്ന് കുടിക്കുന്ന സ്മൂതി അല്ല. കൊള്ളാം, പക്ഷേ സ്മൂതി അല്ല, ജ്യൂസാണ്. കൊള്ളാം. മോസ്റ്റ്ലി മാംഗോ മാത്രമേ ഉള്ളൂ. ഫുൾ മാംഗോ ജ്യൂസ്. പിന്നെ എന്താണല്ലോ, തേക്ക് വെച്ച് പാലറ്റ് ക്ലെൻസ് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ വെച്ച് പിന്നെയും പാലറ്റ് കുറച്ചുകൂടി റെഡിയാക്കാം. അതുകൊണ്ട് ഞാൻ കബാബ് ഓർഡർ ചെയ്തു. ഇതിലേക്ക് ഞാൻ പ്രൈസ് ലാസ്റ്റ് പറഞ്ഞുതരാം. ഞാൻ ചോദിച്ച് മനസ്സിലാക്കി, ഇത് മട്ടനും ചിക്കനും കൂടി ഒരു മിക്സാണ്. ഷീഖ് കബാബ്. ഞാൻ വലിയൊരു കബാബ് ഫാൻ അല്ല. ഇത് കൊള്ളാം, പക്ഷേ ഞാൻ വെറുതെ ഓർഡർ ചെയ്തുള്ളൂ. നിങ്ങൾക്ക് വേണ്ടി ഓർഡർ ചെയ്തു, ഞാൻ കഴിക്കുന്നു. എല്ലാം പെട്ടെന്ന് കാണുമ്പോൾ ഫാസ്റ്റായി പിടിക്കും. കബാബ് അല്ല മൈ എക്സ്പെക്ടേഷൻസ് ആൻഡ് എനിക്കറിയില്ല കബാബിനെ കുറിച്ച് പറയാൻ. കബാബ് മോസ്റ്റ്ലി നമ്മൾ മിൻസ് മീറ്റ് ആയതുകൊണ്ടില്ല ഈ കബാബ് അത്ര ഇഷ്ടമല്ല. ബിക്കോസ് നിങ്ങൾ ആരെങ്കിലും എപ്പോഴും സ്മൂതി ഉണ്ടാക്കുമെങ്കില്ല, സ്മൂതി ഗ്ലാസ്സിൽ കൊണ്ട് കൊടുക്കരുത്, ഒരു ബൗളിൽ കൊടുക്കണം. ഒരു നോർമൽ ബൗൾ ആകരുത്. ഇങ്ങനെ പൊക്കത്തിന് ഇങ്ങനെ വട്ടമില്ല, ഇങ്ങനെ ഇളകി ഇങ്ങനെ വേവി ആയിരിക്കണം പാറ്റേൺ. രണ്ടും കൊള്ളാം കേട്ടോ, ഇഷ്ടപ്പെട്ടു എനിക്ക്. നിന്റെ ഫലൂഡ ഒഴുകുന്നു, കഴിച്ചു. ക്യാമറയിലൊന്നും കൊടുക്കത്തില്ലെന്ന് പോലും. അപ്പോൾ തന്നെ സ്റ്റേക്ക് എത്തി. അനദർ സ്റ്റേക്ക് ഓഫ് ദി ഡേ. എനിക്ക് സ്റ്റേക്ക് എത്ര എണ്ണം കഴിക്കാൻ പറ്ററിയാം. ഇത് കുറച്ചുകൂടി വളരെ വളരെ വൃത്തിക്ക് ഗാർണിഷ് ഒക്കെ ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ സോസൊക്കെ നമുക്ക് പിന്നെ ട്രൈ ചെയ്യാം. സ്റ്റേക്കൊക്കെ ഞാൻ കഴിച്ച് ഇപ്പോൾ എനിക്ക് ടേസ്റ്റിന് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് സ്റ്റേക്കിനെ കുറിച്ച്. സ്റ്റേക്കിൻ്റെ ടേസ്റ്റ് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ബട്ടറിലാണ് ഉണ്ടാക്കിയെന്ന് തോന്നുന്നു കേട്ടോ. സ്റ്റേക്ക് രാവിലത്തെക്കാട്ടി നല്ലതാണ്, ലൈക്ക് റിയലി ഗുഡ് ടേസ്റ്റ്. പക്ഷേ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഞാൻ മീഡിയം റയറാണ് ഉദ്ദേശിച്ചത്. വെൽഡൺ തുടക്കത്തിൽ എനിക്ക് ചോദിച്ചില്ല ഏതാ വേണ്ടത്, അപ്പോൾ ലാസ്റ്റാണ് പറഞ്ഞത്. അതുകൊണ്ട് എനിക്കിപ്പോൾ കിട്ടിയത് വെൽഡണിന് ടേസ്റ്റ് ഒക്കെ ഉണ്ട്. പക്ഷേ ഞാൻ സ്റ്റേക്ക് മിക്കപ്പോഴും ഒരു മീഡിയം റയറാണ് ഇഷ്ടപ്പെടുന്നത്. ഒരു 5 ഓപ്ഷൻ ഉണ്ട് സത്യം പറയുവാണെങ്കിൽ. റയർ, മീഡിയം വെൽഡൺ. സാധാരണ 3 ഓപ്ഷൻ ആൾക്കാർ പറയാറുള്ളൂ, റയർ, മീഡിയം, വെൽഡൺ. ചൂടൊക്കെ ഉണ്ട്, പക്ഷേ ഇത് വെൽഡണ്ണാണ്. വെൽഡെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയത്തില്ലെങ്കിൽ കുറച്ച് നല്ലതായിട്ട് കുക്ക്ഡാണ്. ബീഫല്ല. ഇവരിത് പ്രോപ്പറായിട്ട് സോസ് ഒന്നും ഒഴിച്ചിട്ടില്ല. കാരണം മറ്റവരൊക്കെ എപ്പോഴും സോസ് ഒഴിച്ചായിരുന്നു. ഇത് എനിക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ഒഴിക്കാം സൈഡിൽ നിന്ന്. അപ്പോൾ ഇതിപ്പം ഡയറക്റ്റ് ബട്ടറിലും സോൾട്ടിലും ഡയറക്റ്റ് ഉണ്ടാക്കി തന്നിരിക്കും. അതുകൊണ്ട് അവൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് സ്റ്റാഫ് തന്നെ പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം ആരും ഇങ്ങനെ ഓർഡർ ചെയ്തിട്ട് അവർക്ക് ഇങ്ങനെ റയർ കൊണ്ട് കൊടുത്ത്, മീഡിയം റയർ കൊണ്ട് കൊടുത്ത് അയാൾ പകുതി കഴിച്ചിട്ട് പറയുകയാണ്, ഇപ്പോൾ ബാക്കി പാർട്സ് ചെയ്തേക്ക് ഞാൻ വീട്ടിൽ കൊണ്ട് കുക്ക് ചെയ്യാം. സാറിന് ആൾക്കാർ ഓർഡർ ചെയ്യാറില്ല, അതാണ് അവർ മീഡിയം എടുത്തത്. ഇത് മീഡിയം അല്ല, മീഡിയം കഴിഞ്ഞ് കുറച്ച് വെൽഡണ്ണ. ഇവരുടെ ഈ സോസ് കൊള്ളാം. മറ്റവരുടെ കയ്പായിരുന്നു. എനിക്ക് കയ്പ് തന്നെയാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ കയ്പായിരുന്നു. ഐ എം റിയലി ഹാപ്പി വിത്ത് ദി സ്റ്റേക്ക്. ഓക്കെ, നമുക്ക് ഇഷ്ടപ്പെടും, കേരളീയർക്ക് നല്ല ഇഷ്ടപ്പെടും. കുറച്ച് സോസൊക്കെ തന്നിട്ട് എങ്ങനെ നോക്കട്ടെ. മാഷ് പൊട്ടറ്റൊന്നും എടുത്തില്ലെങ്കിൽ പോലും സ്റ്റേക്ക് മാത്രമായിട്ട് തന്നെ നല്ല രസമാണ്. അങ്ങനെ എടുത്ത് പറയത്തില്ല ഞാൻ കൊള്ളത്തില്ലെങ്കിൽ. ദിസ് സ്റ്റേക്ക് ഗോസ് ഓൺ ടോപ്പ്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്റ്റേക്ക് അവിടുത്തെ 4-star റെസ്റ്റോറൻറ്റ് നേരത്തെ പോയത്. അത് കഴിഞ്ഞിട്ട് കബാബ്, പിന്നെ പിസ്സ. ഡ്രിങ്ക്സ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഈ റിബായി ഇല്ല, റിബായി ഇവിടെ തീർന്നു പോയി. നമുക്ക് റിബായും ട്രൈ ചെയ്യാമായിരുന്നു. ഒരേ ബീഫിൻ്റെ ഒരേ സെഗ്മെൻറ്റ് അനുസരിച്ച് ടേസ്റ്റ് വേറെതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിക്കൻ ചവയ്ക്കാനകത്ത് കട്ടിയുള്ളൂ. ഇവിടുത്തെ സ്റ്റാഫിൻ്റെയൊക്കെ പറഞ്ഞ് ഞാൻ മീഡിയം റയറാ ചോദിച്ചിട്ടുണ്ട്. അവരകത്തൊരു സംസാരമായെന്ന് തോന്നുന്നു. അപ്പോൾ സ്റ്റേക്ക് ഈസ് ഓൾസോ ഡൺ. മാഷ് പൊട്ടറ്റോ ഞാൻ ഫിനിഷ് ചെയ്തോളാം. നമുക്ക് എന്നിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോകാം. ഓക്കെ, ഞാൻ പറഞ്ഞില്ല കേട്ടോ, അപ്പോൾ ഇത് സ്വന്തമായിട്ട് കൊണ്ടുവന്നതാണ്. ഞാൻ എൻ്റെ 2 ജ്യൂസ് കഴിച്ച് തീർന്നപ്പോൾ അടുത്ത ഡെസേർട്ട് വന്നു. ഒടുക്കത്തെ മധുരം. ഇറ്റ്സ് ആക്ച്വലി ഗുഡ്. താഴത്തെ ബ്രൗണിയെ കൊള്ളാം, നല്ല ചൂട് ബ്രൗണി. ഒരു മിൻറ്റ് ഫ്ലേവർ ഉണ്ടല്ലോ. കഴിക്കൂ ക്യാമറമാൻ, കഴിക്കൂ. നിനക്ക് സ്വീറ്റ് ടൂത്ത് ഉള്ളതല്ലേ, കഴിയും. അതിനൊരു ഫലൂദ കഴിച്ച് ഫുള്ള് സെറ്റായിരിക്കുക പോയി. അതിനെ കുറച്ചൊരു കഴിക്കട്ടെ. പുഷ്പിച്ചെടുത്ത് ഞാൻ പുഷ്പിച്ചെടുക്കട്ടെ. നീ കഴിക്ക്. നിർബന്ധമുണ്ടെന്ന് ചോദിച്ചാൽ നിർബന്ധമുണ്ട്. നമ്മുടെ തിരുവല്ല പുതിയൊരു ഔട്ട്ലെറ്റ് തുടങ്ങി. രാമഞ്ചിറയിൽ 25-ാം തീയതി തുടങ്ങി. 25-ാം തീയതിയാ തുടങ്ങി. 2-3 ദിവസമായി. നിങ്ങളുടെ സെയിം ഫുഡ് തന്നെയല്ലേ അവിടെ? സെയിം അല്ല, ഇവിടുത്തെ ഡിഫറൻസ് ആണ്. അവിടെ ഫൈൻ ഡൈനിങ് ആണ്. ഇവിടെ വലിയ എത്രയെന്ന് പറയും. ഡിസ്കൗണ്ട് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. 10,000 രൂപയുടെ കാലറി ഇത് വെച്ചൊക്കെ നിർത്തേണ്ടി വരും. എനിക്ക് എത്തും തോന്നി ഒരിക്കലും. അല്ല, 10,000 രൂപയുടെ വീഡിയോസ് 2,304 രൂപയായിരുന്നു. 1,693. ഇത് എന്താണ് ബോയ്സ്? ഇതിപ്പോ ചോദിച്ചോണ്ട് അറ്റ്ലീസ്റ്റ് 1,600 ബില്ല് തന്നു. അല്ലെങ്കിൽ ഈ ബില്ല് പോലും കിട്ടത്തില്ലായിരുന്നു, പൂജയായി കിട്ടിയാൽ. ആൾക്കാരെല്ലാം കൂടി ഡിസ്കൗണ്ട് ചെയ്ത് എനിക്ക് ഈയിടക്കൊരു 18,000 രൂപയ്ക്ക് ഡിസ്കൗണ്ട് അടിച്ചതാണ് എന്നെ കാസർഗോഡ് വെച്ച്. എന്നാലും ഡിസ്കൗണ്ട് കാരണം പറയുമല്ലോ, ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങൾ തുടക്കം തന്നെ. എന്താ സ്റ്റേക്ക് കൊള്ളാം. ഞാൻ എന്തായാലും തോൽവി സമ്മതിക്കത്തില്ല പോയി. ഞാൻ ഇനിയും പ്രയത്നിക്കുകയാണ്. ഇന്ന് പത്തനംതിട്ട തോറ്റിട്ട് പോകുന്നില്ല. ഇനിയും തോൽപ്പിക്കാൻ നിന്ന് കൊടുക്കത്തില്ല. ആൾക്കാർ വെറുതെ തോൽപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അപ് ടൗൺ ഷാക്കിൽ എത്തിയിരിക്കുകയാണ്. അടുത്ത റെസ്റ്റോറൻറ്റ് ഏകദേശം 10,000 രൂപ അടുത്ത് എത്തുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. എല്ലാവരും എനിക്ക് ഡിസ്കൗണ്ട് തന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ നിന്ന് എത്തുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് വെറൈറ്റിക്ക് ഇപ്രാവശ്യം ഒരു ടൈറ്റ് ടീം പാർട്ട്ണറിനെ കൂടി വിളിച്ചിട്ടുണ്ട്. ഈ അടുത്ത് തന്നെ ഏരിയക്കകത്ത് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സബ്സ്ക്രൈബറിനെ ഞാൻ വിളിച്ചു ഈ റെസ്റ്റോറൻറ്റിൽ കഴിച്ചു തീർക്കാൻ വേണ്ടി. എനിക്ക് പകരം ഇരിക്കട്ടെ, വല്ലപ്പോഴൊക്കെ ഒരു ചേഞ്ച് വേണ്ട. ക്യാമറ സൈലന്റ് ഉണ്ട്. ഇങ്ങോട്ട് വാ, നീ എന്തെങ്കിലുമൊക്കെ പറ.
പറയൂ. ഇത് പറയുന്നു നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു, എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ പറഞ്ഞോ. ഞാൻ റൂഫസ് ആദ്യമായിട്ടാണ് MP Broയെ കാണുന്നത്. ഒരു ചലഞ്ച് വേണ്ടി വന്നതാണ്. ഫുഡ് കഴിക്കുക, ചലഞ്ച് കംപ്ലീറ്റ് ആക്കുക. ഇവൻ ഇവിടുന്ന് എത്ര രൂപയ്ക്കുള്ളിൽ കഴിക്കാം കേട്ടോ. ഇവന് 10,000 രൂപയ്ക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കാം, ഒരു കുഴപ്പമില്ല. ശരിയല്ലേ? സെറ്റ് കഴിച്ചു തീർത്തണം കേട്ടോ. കഴിച്ചു ഇത് ഞാൻ നിന്റെ കയ്യിലോട്ട് തരികയാണ്. ഓക്കെ ബോയ്സ്, ഇവൻ അടുത്ത കഴിക്കുന്നതിന് മുമ്പ് എനിക്ക് ചെറിയ കാര്യം പറയാനുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോ ഇടുക്കി വെച്ചെടുത്ത വീഡിയോക്കകത്ത് ഒരു മാനേജർ നമ്മളെ ഒരു റെസ്റ്റോറൻറ്റിലോട്ട് വിളിച്ച് കയറ്റിയായിരുന്നു. മാനേജർ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു, ഹോസ്പിറ്റബിൾ ആയിരുന്നു, നമ്മളെ വിളിച്ച് കയറ്റി. റെസ്റ്റോറന്റിന്റെ ഫുഡ് എനിക്ക് അത്രയ്ക്ക് പിടിച്ചില്ല. കുറച്ച് കാര്യങ്ങൾ ഞാൻ അതൊക്കെ പറഞ്ഞു. അത് പറഞ്ഞ വകയായിട്ട് എനിക്ക് തോന്നുന്നു മാനേജറിന്റെ ജോലി പോയെന്ന് തോന്നുന്നു. മാനേജറിനെ ഒന്നും പറഞ്ഞില്ലായിരുന്നു, ആ ഫുഡിനെ ഞാൻ പറഞ്ഞത്. അതിനിപ്പോ എന്തായാലും ഞാൻ പയ്യനെ വിളിച്ച് ചോദിക്കാം, മാനേജറിനെ വിളിച്ച് ചോദിക്കാം എന്നാണെന്ന്. മോസ്റ്റ് പ്രോബ്ലി ഹി മൈറ്റ് ബി മാഡ് അറ്റ് മീ. ഞാൻ കാരണമാണ് ജോലി പോയെന്ന് എനിക്കൊരു കമന്റ് വന്നു. ഇപ്പൊ ഒരിക്കലും മറക്കില്ല, ഞാൻ കാരണമാണ് ജോലി പോയെന്ന്. പക്ഷെ ഞാൻ മാനേജറൊന്നും പറഞ്ഞില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ പറഞ്ഞത് അവിടുത്തെ ഫുഡിനെ കുറിച്ച് മാത്രമാണ്. അപ്പൊ ഫുഡിനെ കുറിച്ച് സത്യം പറയാൻ നിങ്ങൾ പോയി എല്ലാവരും പോയി അവിടെ പോയി കഴിച്ചിട്ട് ഞാൻ എന്തും പറഞ്ഞു വെച്ചിട്ട്, അതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും കഴിക്കുന്ന സ്ഥലത്ത് കൊള്ളത്തിന് പറയും, കൊള്ളാമെന്ന് പറയും. അതിപ്പോ ഇനിയും അങ്ങനെ തന്നെ പറയും. ജോലി പോകാൻ വേണ്ടിയൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ പോയത് എനിക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ട് പോയെന്ന്. എന്നെ വിളിച്ച് കയറ്റിയായിട്ട് ഞാൻ പറഞ്ഞ ഇതൊക്കെയാണ്. അപ്പൊ ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഞാൻ മാനേജറിനെ വിളിച്ച് സംസാരിക്കട്ടെ എന്താവുമെന്ന്. പുള്ളിക്കാരൻ ഇപ്പൊ എന്തായാലും ഒരു വിഷമം കാണും എന്റെ മെത്തോട്ട്. ആ പുള്ളിക്ക് എവിടെയെങ്കിലും ജോലി ഒപ്പിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ, നിങ്ങൾ കാണുന്നവർക്ക് ആർക്കെങ്കിലും പറ്റുമെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ കേട്ടോ. നല്ല പയ്യനാണ്, ഒടുക്കത്തെ ക്യാൻവാസിംഗ് പോലുള്ള ചെറുക്കനാണ്. പക്ഷേ ആ സ്ഥാപനം ആ ക്യാൻവാസിംഗ് ഏറ്റെടുക്കാൻ പറ്റിയില്ല. അത് ഷെഫിന്റെ കഴിവായിരുന്നു. സത്യം പറഞ്ഞാൽ കുറ്റം പറയുന്ന ഷെഫിനെയാ, എന്നെ അല്ല. ഒരിക്കലും ജീവിതത്തിൽ മറക്കില്ലെന്നും പറഞ്ഞ് എന്നെ ഇങ്ങനെ പറഞ്ഞൊരു മെസ്സേജ് അയച്ചു. അപ്പൊ ഞാൻ കണ്ടപ്പോൾ നെഗടിച്ചു. അതാണ് ഞാൻ പിന്നെ വീഡിയോക്കകത്ത് പറയുന്നത്. എന്തായാലും നമ്മുടെ കണ്ടസ്റ്റന്റ് കഴിച്ചു തീർക്കട്ടെ. വരൂ. എന്ത് പറയുന്നു? നിന്റെ ഫസ്റ്റ് ഡിഷ് എത്തി. എന്തോ പോർക്കാണ്. സാധാരണ പോർക്കൊക്കെ ഇത്ര വലിപ്പത്തിൽ കിട്ടുക, ഹെവി ഡ്യൂട്ടി പോർക്കാണല്ലോ. ഭയങ്കര ഹെവി ആയി. നീ ഇൻവെർട്ടറിൽ നിന്ന് മാറി കുറച്ച് ജനറേറ്റർ ആകും, സ്വന്തമായിട്ട് കുറച്ചുകൂടി ഉന്മേഷത്തിൽ ഇരിക്കും. നിനക്ക് ഇനിയും ഫുഡ് അവിടെ വരുന്നുണ്ടെന്ന് തോന്നുന്നത്. പോർക്ക് കണ്ടിട്ടുള്ള പേടിച്ചിരിക്കുകയാണ്. അങ്ങനെ പറയരുത്, ഇതൊക്കെ നിസ്സാരം. അടുത്തത് വരുന്നത്. ഇതിപ്പോ 3ാമത്തെ സ്റ്റേക്കാണ് ഇന്നത്തെ. കഴിച്ചിട്ട് പറ. തുടങ്ങാതെ തുടങ്ങിക്കോ. നിനക്ക് ഇനിയും വേണേ ഓർഡർ ചെയ്യാം, എത്ര വേണമെങ്കിലും ഓർഡർ ചെയ്യാം, കുഴപ്പമില്ല. അവൻ ചെറുതായിട്ടൊരു ഇൻവെർട്ടർ ആണ്. അവൻ കുറച്ചാൾ എൻ്റെ കൂടെ കറങ്ങിയിരുന്ന ഞാൻ ഫുള്ള് സെറ്റാക്കി കൊടുത്തേ. ഒരു ദിവസത്തേക്കേ ഉള്ളൂ. നമുക്ക് പരമാവധി അതിന്റെ ഇൻവെർട്ടർ സ്വഭാവം മാറ്റിയെടുക്കുക. 10th കഴിഞ്ഞിട്ട് എന്താണ് ഓപ്പൺ സ്കൂളിലാണ്. ഓപ്പൺ സ്കൂളിലാണ്. സ്കൂളിലൊന്നും പോകണ്ട, വീട്ടിൽ നിന്ന് പഠിക്കാം. ബേസിക്കലി അതാണ് ഓപ്പൺ സ്കൂൾ. അതുകൊണ്ട് കുറച്ചിങ്ങനെ ഇതായി പോയതാണെന്ന് തോന്നുന്നു. പക്ഷെ ആ മാറ്റിയെടുക്കും അല്ലേ? അത്രേ ഉള്ളൂ. ഈ ബോഡി ബിൽഡിങ്ങിലൊക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. കുറച്ച് വെൽക്കോറിന്റെ ക്രിയേറ്റിനൊക്കെ ട്രൈ ചെയ്ത് നോക്കി, ചില ആഡ് കണ്ടിട്ട്. ഇപ്പൊ മസിൽ ടെക് ആണ്. നീ എന്ത് ക്രിയേറ്റിംഗ് കഴിച്ചില്ലെങ്കിലും നീ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ നല്ലതായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ബോഡി സെറ്റ് ആവും. എന്തായാലും ബോയ്സ്, ഞാൻ വേറൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ ആ പയ്യനെ വിളിച്ചു, മാനേജറിനെ. എന്തായാലും മാനേജറിനെ അടുത്ത വീഡിയോക്കകത്ത് ഒന്ന് കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ പറയുക. കോട്ടയത്ത് ഫുഡ് ചാലഞ്ച് 10K നമുക്ക് മാനേജറിനെ കൊണ്ടുവരാം. എന്റെ വക ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുമെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. ഞാൻ കാരണം പോയതാണ്, അതുകൊണ്ട്. സോഫ്റ്റ് ആണോ? കട്ടിയൊന്നുമില്ല. ഇതിൽ പെട്ടെന്ന് കേട്ടോ, ഒറ്റയടിക്കാണ് അവൻ ഫാസ്റ്റാ. ഏതായാലും അവൻ്റെ ഫസ്റ്റ് ഡിഷ് കഴിച്ചു കേട്ടോ. പയ്യൻ ഫാസ്റ്റായി. ഇവനെ വല്ല 10K കൊണ്ടുവരേണ്ടെന്ന് തോന്നുന്നു. ഇറച്ചിയൊക്കെ നിഷ്പ്രയാസം. അവന്റെ കഴിപ്പ് കാണുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ ഓർമ്മയായിരുന്നു. അവനൊക്കെ നല്ലതായിട്ട് ബൾക്ക് ചെയ്യുന്ന കൂട്ടത്തിലായിട്ട്, ജിമ്മിലൊക്കെ നല്ല ഫോക്കസ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. ഒരു സിസ്റ്റമാറ്റിക് തീറ്റകളൊക്കെ ഇവനെ കണ്ടിട്ട് തോന്നുന്നു. ക്ലീൻ ആക്കി എടുത്തത്. എന്തായാലും അടുത്ത പ്ലേറ്റിലോട്ട് പോകും. അടുത്തത് ബീഫാണ്, ബീഫ് സ്റ്റേക്ക്. ഇന്നത്തെ 3ാമത്തെ സ്റ്റേക്കാണ്. നിനക്ക് ബിസ്ക്കറ്റ് കണക്കെ ആയിരിക്കും. ഇത് ഓക്കെ ആവറേജ്. അവൻ രണ്ടും ആവറേജ് ആയിട്ടാണ് തോന്നിയത്. കമന്റിൽ പറഞ്ഞതാണ് ഇവിടെ വരാൻ. അവൻ്റെ ടേസ്റ്റ് ബഡ്സിൻ്റെ അനുസരിച്ച് പറയുന്നു. ഞാൻ നേരത്തെ കഴിച്ച സ്റ്റേക്ക് കഴിക്കണായിരുന്നു, കിടിലായിരുന്നു. ഇത് നീ 10ൽ എത്ര റേറ്റ് ചെയ്യും? നീ ആദ്യം ഈ പോർക്ക് പറ. 7. 6.5. റീസണബിൾ ആയിട്ട് കൊടുത്താണോ, അല്ല ഇതിൽ കുറച്ചുകൂടി കുറയ്ക്കാൻ താല്പര്യമുണ്ടോ? 7ൽ നിന്ന് ഇത് പോർക്ക് 6.5 കൊടുക്കാം. അപ്പോൾ അതാ 6 ഏകദേശം 6.5, 6. ഈ 7 ആൾക്കാർ ആർക്കും വേദനിക്കേണ്ടെന്നുള്ള രീതിയിൽ കൊടുക്കുന്ന ഒരു നമ്പറാണ്. അപ്പോൾ ഇവൻ പറഞ്ഞ റേറ്റിംഗ് ഇല്ലേ 6.5, അത് തട്ടി ഒരു 3-ലിട്ടേക്ക്. നീ ഇവൻ ആദ്യമായിട്ട് കഴിക്കും, കഴിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു. എന്ന് വെച്ചാൽ ഇവൻ കഴിച്ചു, ഞാനും കഴിച്ച് നോക്കി ടേസ്റ്റ്. ഇവനൊരു 6.5 കൊടുത്തെങ്കിലും ഞാനൊരു 3 കൊടുക്കത്തുള്ളൂ. അതുകൊണ്ട് ഫുള്ള് ഇവനെ കൊണ്ട് കഴിപ്പിച്ചില്ല. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. അവന് അതിന് വരെ ഒരു മോക്ടെയിൽ മേടിച്ചു കൊടുത്തു, ഫ്ലമിംഗോ. അത് കുടിച്ചിട്ട് പറഞ്ഞു ഇഷ്ടപ്പെടില്ല. നോക്കട്ടെ. ഓ താങ്ക് ഗോഡ്. എനിക്കത് സംതൃപ്തി വരത്തില്ലായിരുന്നു. എന്താ ഇഷ്ടപ്പെട്ടോ? കഴിച്ച് തീർക്കട്ടെ. അപ്പോൾ ഇവിടുത്തെ ബില്ലായിരിക്കുന്നത് 1210 പിന്നെ 18 രൂപയുടെ വെള്ളം. അപ്പോൾ 1228. ബീഫിനൊക്കെ ഒരു 400, പിന്നെ ടെക്സസ് സ്റ്റൈൽ സ്മോക്ഡ് പോർക്കിന് ഒരു 560, ഫ്ലമിംഗോയ്ക്ക് 180. എനിക്ക് തോന്നുന്നു ആ ഡ്രിങ്ക് ഒരു 4-5 അവന് മേടിച്ചു കൊടുത്താൽ മതിയായിരുന്നു. സെറ്റാണ്. പല ടൈപ്പ് മോക്ടെയിൽ ട്രൈ ചെയ്തേ. അപ്പം ഇനി അവനെ നമ്മൾ വീട്ടിൽ കൊണ്ടുവിടാം. എക്സ്പീരിയൻസ് ഉണ്ടാകും. അവൻ കുറച്ച് കഴിഞ്ഞ് സെറ്റ് ആയിക്കോളും. അവന് ലൈഫിലോട്ടൊക്കെ ഇറങ്ങി വരുമ്പോൾ ഇൻവെർട്ടറൊക്കെ മാറി അവൻ ജനറേറ്റർ ആവും. അപ്പോൾ കാണാം. ഇതിനെ കൊണ്ടാക്കി നമ്മൾ അവനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അൽബർസ് മന്തി ആൻഡ് ഗ്രിൽസിൽ നിന്ന് എക്സ്പെൻസീവ് ഫുഡ് കഴിക്കാം. ഇതൊക്കെ നിങ്ങൾ പറഞ്ഞ റെക്കമെൻഡേഷൻ ആണ്. അറിയില്ല ഇനി എത്ര എത്തുന്നു. ഞാൻ കുറെ ശ്രമിക്കുന്നുണ്ട്. പത്തനംതിട്ട ഈസ് ക്വൈറ്റ് ഹാർഡ്, ബട്ട് ദിസ് ടൈം ഐ എം നോട്ട് ഗിവിംഗ് അപ്പ്. 10 മണി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പരമാവധിയും കവർ ചെയ്യും. കുഴപ്പമില്ല, ജയിക്കും. ഇവിടെ നിന്ന് ഒരു 2000-3000 ഇപ്പോൾ കംപ്ലീറ്റ് ആക്കി ഞാൻ. ഇവിടുത്തെ എക്സ്പെൻസീവ് ഐറ്റം കഴിക്കാനാണ് ആൾക്കാരുടെ ഒക്കെ പറഞ്ഞത്. ഇവിടെ ഉള്ളത് മട്ടനാണ് ഏറ്റവും എക്സ്പെൻസീവ്, പക്ഷേ അത് ഇല്ല. പിന്നുള്ളത് ബീഫാണ്.
അതില്ല. അതുകൊണ്ട് നമ്മൾ ചിക്കൻ എന്തായാലും എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ബീഫ് റിബ്സ് കഴിക്കുന്നു. ബീഫ് റിബ്സ് ഉണ്ട്. അതല്ലാതെ കുറച്ച് ജ്യൂസും പറഞ്ഞിട്ടുണ്ട് ഞാൻ. എന്നാലും ഇത് വരട്ടെ, സെറ്റാക്കാം. ഇപ്പോഴും സമയമുണ്ട്, നമുക്ക് അടുത്ത റെസ്റ്റോറൻറ്റിൽ പോയത് കഴിഞ്ഞു. ഇതുവരെയുള്ള ഫുഡിന് റേറ്റിംഗ് എന്ന് വെച്ചാൽ സെൻറ്റ് ജോർജിലെ ബീഫ് ടോപ്പ്. സെക്കൻഡ് വരുന്നത് നമ്മുടെ 4 സ്റ്റാർ ആദ്യം പോയ കട, പേര് പിന്നെ മറന്നു, അതിൻ്റെ ബീഫ് സ്റ്റേക്കാണ് സെക്കൻഡ്. പിന്നെ തേർഡ് വരുന്നത് എനിക്ക് തോന്നുന്നത് മറ്റേ സെന്റ് ജോർജിൽ തന്നെ കബാബ്. പിന്നെ ഫോർത്ത് വരുന്നത് ഫസ്റ്റ് കടയിലെ പിസ്സ. ഫിഫ്ത്ത് വരുന്നത് നേരത്തെ ആ പയ്യൻ കഴിച്ച പോർക്ക്. സിക്സ്ത് വരുന്നത് നേരത്തെ ആ പയ്യൻ കഴിച്ച ബീഫ് സ്റ്റേക്ക്. ഭയങ്കര വലിയ പീസാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ദൈവമേ, ബീഫ് റിബ്സ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച് കുറച്ചുകൂടി ചെറുതായിരിക്കും. ഇത് കുറേ ഉണ്ടല്ലോ. ഇ സ്പോർട്സ് മുതലാളി വിളിക്കുന്നു. ഹലോ, ഇ സ്പോർട്സ് മുതലാളി അല്ലേ പറയും? അപ്പോൾ ഇ സ്പോർട്സ് മുതലാളിക്ക് അതൊക്കെ വേണോ? ജെ സ്പോർട്സ് മുതലാളി വിളിച്ചതാണ്. അവനെന്തോ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചതാ. ഇതൊക്കെ ഊരി വരുവാണല്ലോ. എല്ലേന്ന് തന്നെ അടിച്ചു തിന്നാം. ഇത് ബീഫ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ ഞാൻ. ഇത് കുഴപ്പമില്ല. പക്ഷേ ഇതിനൊരു മന്തിക്കകത്ത് കിട്ടുന്നൊരു ബീഫ് റിബിൻ്റെ ആ സെയിം ടേസ്റ്റ് എനിക്ക് അതിന് അത്രയ്ക്ക് താല്പര്യമുള്ളൊരു ടേസ്റ്റ് അല്ല. പക്ഷേ ഇതിനെ ഞാൻ റേറ്റ് ചെയ്യുമെങ്കിൽ തേർഡ് പ്ലേസ് ഇടും. ഇതിനെക്കാട്ടി നല്ല ബീഫ് ഞാൻ കഴിച്ചിട്ടുണ്ട്. കുറ്റം പറയാനോ അല്ലേ? എന്നിട്ട് കുറേ ഏറെ തരികയും ചെയ്തവർ. നോക്കിക്കൊണ്ട് കഴിച്ചില്ല, തൊണ്ട കൊടുക്കും കേട്ടോ. നമ്മൾ ധൃതി കഴിക്കരുത്, നമുക്ക് ധൃതിയുള്ളതാണ്. എന്തെങ്കിലും ബീഫ് അടങ്ങി ചത്തുപോലെ. എല്ലാം വലിയ വലിയ ബീഫാണ് ഇവിടെ. നല്ല എരിവുണ്ട്. വാട്ടർമെലൺ മിൽക്ക് ഷേക്കാണ് ഇത്. കൊള്ളാം, പക്ഷേ ഇതെങ്ങനെ വെളുത്തിരിക്കുന്നു വാട്ടർമെലൺ. പാലൊഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കൊള്ളാം കേട്ടോ. അല്ലേ, ഇത് മന്തിക്കകത്തുള്ള ബീഫ് റിബ്സിൻ്റെ ആ ഒരു ഫ്ലേവർ പ്രൊഫൈൽ ഇഷ്ടമാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടും. സോഫ്റ്റാണ്, നല്ല എരിവുണ്ട്. അയ്യോ. അപ്പം ഞാൻ ലിസ്റ്റ് പറഞ്ഞല്ലോ, ഇതെന്തായാലും തേർഡ് ഇടാം കേട്ടോ. കൊള്ളാം. 10:45 അടുത്ത പ്രശ്നമായിട്ട് പോവാം. എത്ര ബില്ലാന്ന് നോക്കട്ടെ. അപ്പോൾ ഇവിടുത്തെ ബില്ലായിരിക്കുന്നതാണ് 900 രൂപ കേട്ടോ. നമ്മൾ പ്രതീക്ഷ കൈവിടുന്നില്ല, നമ്മൾ അടുപ്പ് ചെയ്തുകൊണ്ടിരിക്കുക സത്യം പറയുകയാണ്. ബോയ്സ്, വേറൊരു കാര്യം, ഞാൻ ഇതുവരെ അങ്ങനെ ഒരു വീഡിയോയ്ക്കും പ്രൊമോഷൻ ചെയ്തിട്ടില്ല ഒരു റെസ്റ്റോറൻറ്റും കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ബയസ് വെച്ച് തന്നെ പറഞ്ഞിരിക്കുന്നു. എനിക്ക് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമല്ല. പ്രൊമോഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ നല്ല ലക്ഷ്യങ്ങൾ മേടിക്കും, പക്ഷേ ഇതുവരെ ചെയ്തിട്ടില്ല. കാരണം ഞാൻ കോർപ്പറേറ്റ് ആയിട്ടുള്ള ബിസിനസ്സുകാരുടെ നിന്ന് മാത്രമേ ചില സേവിങ്ങും അങ്ങനെ സംഭവങ്ങളൊക്കെ ചെയ്യാറുള്ളൂ. പക്ഷെ പറഞ്ഞേക്കോ, നിങ്ങളുടെ നോളജിന് വേണ്ടി. ബയസ്ഡ് അല്ല എൻ്റെ ഒപ്പീനിയൻ തന്നെയാണ് കേട്ടോ. അത്രേ ഉള്ളൂ. ശരി ബോയ്സ്, ഞാൻ കുറേ നേരമായിട്ട് വണ്ടി ഓടിച്ച് കളിക്കുകയാണ്. പക്ഷേ കടകളൊന്നും ഇല്ല കേട്ടോ. പത്തനംതിട്ട പെട്ടെന്നാണ് ഇരുട്ട് വീഴുന്നത്. റോഡിൽ തന്നെ 2-3 ആൾക്കാർ ഇത് ഇപ്പോഴാണ് എനിക്ക് കാണുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് നല്ല വൃത്തിക്ക് തീർക്കാം, വൈൻഡ് അപ്പ് ചെയ്യാം. ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ കംപ്ലീറ്റ് ഇറ്റ് സാഡ്ലി. അപ്പം നെക്സ്റ്റ് വൺ ഇസ് കോട്ടയം. പറയൂ ബോയ്സ്, മറ്റേ പുള്ളീനെ വിളിക്കണ്ടേന്ന് കമന്റിൽ പറയും. എവിടെ നിർത്തുക, വൃത്തിക്ക് തോറ്റോണ്ടിരിക്കുമല്ലോ ഞാൻ. സോ ബോയ്സ്, ഐ ഹോപ്പ് യു ഗൈസ് ഹാവ് വണ്ടർഫുൾ ഡേ, വണ്ടർഫുൾ ആപ്പിൾ. I'll see you guys next time in the day.